ഈ സ്വർണ്ണപ്പാളികളുടെ പ്രശ്നത്തിന്റെ കാര്യത്തില് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. അത് പോരല്ലോ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിന്നിൽ അതിന്റെ സംഘാടകരിൽ ഈ സ്വർണ്ണപ്പാളി പൊട്ടിച്ച ആളുകളും ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അവരുടെ മറ്റ് ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വർണ്ണപ്പാളി ഉള്ളത് മോഷ്ടിച്ചുകൊണ്ട് പോയ ആള് അവിടെ ചെമ്പ് വച്ചു കൊടുത്തയാൾ ഈ മോഷണത്തിന്റെ പിന്നിൽ അദ്ദേഹം സ്പോൺസർമാരെ സംഘടിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ഈ സ്വർണ്ണപ്പാളി മോഷണം നടത്തിയവരുടെ പങ്കിനെ കുറിച്ച് കൂടി ഒന്ന് അന്വേഷിക്കണം. അതിന് മന്ത്രി തയ്യാറാവുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അതിനോട് സഹകരിച്ചത് ആവർത്തിച്ച് പറഞ്ഞു. എന്താണ് രമേശ് ചെന്നിത്തല എല്ലാവരും പറഞ്ഞു, ഇത് കപട ഭക്തിയാണ്. മുഖ്യമന്ത്രിക്ക് അയ്യപ്പ ഭക്തി കൊണ്ടൊന്നുമല്ല ഇത് നടത്തുന്നത്. ഒരു പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് പണ്ട് ശബരിമലയിൽ നടത്തിയ അതിക്രമങ്ങൾക്ക് അയ്യപ്പ കോപം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് തയ്യാറായത്. ഞാൻ കണ്ണൂരിൽ നിന്ന് കേട്ട ഒരു വർത്തമാനം ഇവിടെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. നമ്മുടെ എം ഇ ഗോവിന്ദന്മാർ പയ്യന്നൂരിലെ ഒരു പ്രഗത്ഭരായ ജോത്സ്യരെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, 3-ാം വട്ടവും ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമോ എന്ന് കവടി നിരത്തി പറയാൻ പറഞ്ഞു. കവടി നിരത്തിയ ജോത്സ്യൻ പറഞ്ഞത് ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയപ്പോ ഗോവിന്ദന്മാർ ചോദിച്ചു എന്താ കുഴപ്പം? അത് അയ്യപ്പ ശാപം, അയ്യപ്പ കോപം ഈ സർക്കാരിലേക്ക്. ഗോവിന്ദന്മാർ ചോദിച്ചതിന് വല്ല പരിഹാരക്രിയയുണ്ട്. അദ്ദേഹം പറഞ്ഞ പരിഹാരക്രിയയാണ് ഗോവിന്ദന്മാർ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അതാണ് ആഗോള അയ്യപ്പ സംഗമമായി മാറിയത് എന്നാണ് കണ്ണൂരിൽ കേട്ട ഒരു കഥ. അത് മാർക്സിസ്റ്റ് അനുഭാവികൾക്കിടയിൽ നടക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയന് ഈ അയ്യപ്പ സ്വാമിയോടുള്ള ഭക്തി കൊണ്ടോ ആണോ എന്ന് നടത്തിയതല്ല. ഇന്നത്തെ അവസ്ഥയിൽ പിണറായിക്ക് ദൈവഭക്തിയുമില്ല, അദ്ദേഹം ഒരു അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരൊന്നുമില്ല അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന് ദൈവഭക്തിയുമില്ല, കമ്മ്യൂണിസത്തിന് അദ്ദേഹത്തിന് ഭക്തിയില്ല, പ്രത്യയശാസ്ത്രത്തിനില്ല. അദ്ദേഹം അധികാരത്തിൽ മാത്രം ഭക്തി ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിലും ദൈവ വിശ്വാസി എന്ന നിലയിലും അദ്ദേഹത്തിന് ഒരു തരത്തിലും ഈ അയ്യപ്പ ആഗോള സംഗമം നടത്താൻ അദ്ദേഹത്തിന്റെ മനസ്സിലായി. അങ്ങനെയുള്ള ഒരു ഈ കപട ഭക്തി പ്രകടിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ ഇട്ടത്. അതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പ എന്താണ് ശബരിമലയുടെ വികസനത്തിനോ ശബരിമലയിൽ ഈ ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തിയതിനോടോ ഞങ്ങൾക്ക് മറ്റ് വിയോജിപ്പ് നടത്തിയില്ല. ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത് കാരണം ഇത്രയധികം അവിടെ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഈ ശബരിമലയിൽ പമ്പ ഉൾപ്പെടെ പൂങ്കാവനം സംഘർഷഭരിതമാക്കി വരുന്നവർക്ക് ആ ഗവൺമെന്റ് പ്രായശ്ചിത്തം നടത്തുന്നത് രാഷ്ട്രീയമായ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അതാണ് കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. താപജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെയൊക്കെ കേസ് പിൻവലിച്ചിട്ടുണ്ട് പറഞ്ഞതല്ലാതെ ഇപ്പോഴും കേസ് പിൻവലിച്ചിട്ടില്ല. ആ കാരണം യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് അപ്ലവിട്ട് സുപ്രീം കോടതിയിൽ സൈൻ ചെയ്ത് പറഞ്ഞു. അതും ചെയ്തതായിട്ട് യാതൊരു വിവരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാളി മോഷണം പോയത് ആ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളുണ്ടോ എന്ന് വിചാരിച്ചിരിക്കണം. ആ ഗൂഢാലോചനയെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്ന്